നമ്മളിപ്പോൾ സാധാരണയായിട്ട് കേട്ട് വരുന്ന ടേമാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. അതിപ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ ഒരു കാലത്ത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് മാത്രം പഠിച്ചാലും ജോലി കിട്ടില്ലേ? അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് മാത്രം പഠിച്ചാലും ജോലി കിട്ടില്ലേ? അല്ലെങ്കിൽ വേറെ ടെക്നോളജി പഠിച്ചാലും ജോലി കിട്ടില്ലേ? എന്തിനാണ് ഈ ഫുൾ സ്റ്റാക്ക് പഠിക്കേണ്ട ആവശ്യം? ഇപ്പോൾ ഈ ഒരു കാലത്ത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിക്കുന്നതിന് എന്ത് സ്കോപ്പ് ഉണ്ടോ? വിൽ ഡിസ്കസ്. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ബ്രോ ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഡൊമൈൻ ചൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഇവർക്ക് ഭയങ്കര ഡൗട്ട്സ് വരാറുണ്ട്. ഞാൻ ഇപ്പോൾ ഏത് ഡൊമൈൻ സെലക്ട് ചെയ്യണം? ഇപ്പോൾ മെയിൻ സ്റ്റാക്ക് എടുക്കണോ, മീൻ സ്റ്റാക്ക് എടുക്കണോ, അല്ലെങ്കിൽ പൈത്തൺ ജാങ്കോ എടുക്കണോ, ബ്ലോക്ക് ചെയിൻ എടുക്കണോ, ML എടുക്കണോ? എന്താണ് സ്കോപ്പ് ഉണ്ടാവുക? കാരണം അപ്പോൾ ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ സ്കോപ്പിനെ പറ്റി പറയുന്നതിന് മുന്നേ ജസ്റ്റ് എന്താണ് ഈ ഫുൾ സ്റ്റാക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് ആൻഡ് ഡാറ്റാബേസ്. ഇപ്പോൾ ബ്രൗസർ നമ്മൾ കാണുന്ന പേജ്, ഇപ്പോൾ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബട്ടൺസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫോം, ഇൻപുട്ട്, ഫീൽഡ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നതും ബാക്ക് എൻഡ് സൈഡിലാണ്. അതുപോലെ തിരിച്ച് ഡാറ്റാബേസിൽ ഇരിക്കുന്ന ഡാറ്റ എടുത്തിട്ട് ഫ്രണ്ട് എൻഡിലോട്ട് എത്തിക്കുന്നത് ഈ ബാക്ക് എൻഡാണ്. ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്നതാണ് ഒരു ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഫ്രണ്ട് എൻഡ് എന്താണ്, ബാക്ക് എൻഡ് എന്താണ്, ഡാറ്റാബേസ് എന്താണെന്നൊക്കെ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസ് എന്നൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈനെ പറ്റി മാത്രമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ HTML, CSS, JavaScript ഈ 3 കാര്യങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി ഇവർ ഉണ്ടാക്കിയ വെബ് പേജ് ലാപ്ടോപ്പിൽ അതുപോലെ തന്നെ മൊബൈലിൽ റെസ്പോൺസീവ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈബ്രറീസ് യൂസ് ചെയ്യും. jQuery അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റെസ്പോൺസീവ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. ഇനി അഡ്വാൻസ് ലെവൽ ഈ ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഡിഫറെൻറ്റ് ലൈബ്രറീസും ഫ്രെയിംവർക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ React.js, Angular, Vue.js അങ്ങനെ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ വരികയാണ്. ഇപ്പോൾ ആക്ഷൻ വരുന്ന സമയത്ത് ആ ഒരു വെബ് പേജ് റീലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു വെബ് പേജിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ പല ഡിഫറെൻറ്റ് സ്റ്റൈലുകളും പല ആക്ഷൻസും സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ നമ്മൾ വെബ് പേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ ഒരു ലൈബ്രറീസും അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിംവർക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു HTML, CSS, JavaScript അതുപോലെ തന്നെ ഈ ഫ്രെയിംവർക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരാൾക്ക് ഒരു വെബ് ഡിസൈനർ ആവാം, അല്ലെങ്കിൽ UI ഡെവലപ്പർ ആവാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിലോട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു UI ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ UIയിൽ നിന്ന് വരുന്ന ഡാറ്റ നമുക്ക് ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ ഈ ഒരു കളക്ട് ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ഈ ഒരു ബാക്ക് എൻഡ് സൈഡിൽ നിന്നാണ്. അപ്പോൾ അത് കൂടി ചെയ്യാൻ നമ്മൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ Node.js ഫ്രെയിംവർക്കായിട്ടുള്ള Node.js Express, പിന്നെ പൈത്തൺ ജാങ്കോ, റൂബി, C#, ജാവ അങ്ങനെ. ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ റിയാക്ട് ഒക്കെ ചെയ്ത ഒരാൾക്ക് ബാക്ക് എൻഡിൽ Node.js ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം രണ്ടും ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഈ കളക്ട് ചെയ്ത ഡാറ്റ ഇനി ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് ക്വറീസ് അറിയണം, ഡാറ്റാബേസിനെ പറ്റി അറിയണം. ഇപ്പോൾ ഈ ഡാറ്റാബേസിൽ 2 തരത്തിലുണ്ട്. ഒന്ന് SQL, രണ്ടാമത് NoSQL. ഈ SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ് ആണ്. ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലായിരിക്കും. അതിൽ വരുന്ന ഡാറ്റാബേസുകളാണ് MySQL, MSSQL, അതുപോലെ തന്നെ PostgreSQL. ഇനി NoSQL എടുത്ത് നോക്കുകയാണെങ്കിൽ NoSQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ ഈ NoSQL വരുന്ന ഡാറ്റാബേസുകളാണ് ഈ MongoDB, അതുപോലെ തന്നെ AWSലെ DynamoDB, Redis ഇതുപോലെയുള്ളതൊക്കെ. അപ്പോൾ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആവുന്ന സമയത്ത് ഈ ഒരു ഡാറ്റാബേസിലോട്ട് എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡാറ്റ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിന് ഡിഫറെൻറ്റ് ക്വറീസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്ത ഡാറ്റ മാനേജ് ചെയ്യാനുള്ള ഒരു നോളജും വേണം. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡായി, ബാക്ക് എൻഡായി, ഡാറ്റാബേസും ആയി. ഇപ്പോൾ ഈ 3 യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഈ ഡാറ്റാബേസും ഈ 3 അറിയുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്, ഗിറ്റ്, അതായത് വേർഷൻ കൺട്രോൾ. അതായത് നമ്മൾ ചെയ്യുന്ന കോഡ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഈ ഗിറ്റ് ടൂൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ഗിറ്റിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു ക്ലൗഡ് സെർവറിൽ ഡിപ്ലോയ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലൗഡ് സെർവറിനെ പറ്റി ഒരു നോളജ് വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു AWS പോയിട്ട് ഒരു EC2 സെർവർ പർച്ചേസ് ചെയ്യുകയാണ്, ഒരു ലിനക്സ് സെർവർ പർച്ചേസ് ചെയ്തു. ഇനി അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് Node.js ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അതായത് ബാക്കിയുള്ള ഡിപ്പെൻഡൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലിനക്സ് കമാൻഡുകൾ നമുക്ക് അറിയേണ്ടി വരും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഗിറ്റ് വഴി തന്നെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഡിപ്ലോയ് ചെയ്യാൻ തന്നെ പല മെത്തഡുകളും പല ടൂളുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതിലൂടെ ഇപ്പോൾ പോകുന്നില്ല.
ഇപ്പോൾ നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഡൊമൈൻ നെയിമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു IP അഡ്രസ് മാത്രമേ കിട്ടുമല്ലോ അല്ലേ. ഇപ്പോൾ ഈ ഡൊമൈൻ നെയിമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ DNSനെ പറ്റി പഠിക്കേണ്ടി വരും, ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ HTTPS എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ അത് ഡിപ്ലോയ് ചെയ്ത് ഒരു യൂസർ യൂസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇതുവരെ വെബ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്, വെബ് പേജ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു എൻ്റയർ ആപ്ലിക്കേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ സ്റ്റാക്ക് രീതിയിൽ വെബ് പേജും ബാക്ക് എൻഡും ഡാറ്റാബേസും ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ സെപ്പറേറ്റ് ഒരു ട്യൂട്ടോറിയലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതൊക്കെ നോക്കി പഠിക്കാവുന്നതാണ്. ഞാൻ മാത്രമല്ല എങ്ങനെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാം എന്നുള്ള റോഡ് മാപ്പ് പോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ട്യൂട്ടോറിയൽസ് കവർ ചെയ്യണം, ഏത് ഓർഡറിലാണ് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ സെപ്പറേറ്റ് നമ്മുടെ ചാനലുണ്ട്, അതും വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ആളുടെ ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സ്റ്റാക്ക് നോളജ് ഉണ്ടെങ്കിൽ അവർ എൻ്റെ ആപ്ലിക്കേഷൻ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനോട് വീണ്ടും തിരിച്ചു വരാം, അതായത് ഇതിന് സ്കോപ്പ് ഉണ്ടോ, അതായത് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ സ്റ്റാക്ക് നോളജിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാൻ പോവാണ്. ഇപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് ഇൻഡസ്ട്രിയിലെ ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്താ ചെയ്യുന്നത്, ഒരു മെഷീൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഇനി ആ ഡാറ്റ എടുത്തിട്ട് നമ്മൾ ഒരുപാട് അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യും. ആ പ്രെഡിക്റ്റ് ചെയ്ത കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ മെഷീനിലോട്ട് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരാൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അൽഗോരിതംസ് അറിയാം, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യേണ്ടതൊക്കെ കറക്റ്റായിട്ട് അറിയാം. പക്ഷേ അവസാനം ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിലല്ലേ, കാരണം ആപ്ലിക്കേഷനിൽ നിന്നാണ് ഡാറ്റ വരുന്നത്. ഇപ്പോൾ ഈ പ്രെഡിക്റ്റ് ചെയ്ത സംഭവം തിരിച്ചു പോകുന്നത് ആപ്ലിക്കേഷനിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡാറ്റ ഇങ്ങോട്ട് എത്തുന്നതും അതുപോലെ തിരിച്ച് ആപ്ലിക്കേഷനിലോട്ട് എങ്ങനെ ഡാറ്റ പോകുന്നതും ഈ ഒരു ഐഡിയ വേണ്ടേ. ഇപ്പോൾ ആളുടെ ഒരു ഫ്രണ്ട് പോയിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ML ബേസ് ചെയ്തിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആൾക്ക് ആ ML പറ്റി മാത്രമേ ഐഡിയ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. നമ്മൾ ഇനി ഏതൊരു സോഫ്റ്റ്വെയർ ടെക്നോളജി എടുത്താൽ പോലും ഈ ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ക്ലയൻറ്റിൽ നിന്ന് ഡാറ്റ എങ്ങനെയാണ് സെർവറിൽ എത്തുന്നത്, അതുപോലെ സെർവറിൽ നിന്ന് ഡാറ്റ തിരിച്ച് എങ്ങനെയാണ് ക്ലയൻറ്റിലോട്ട് എത്തുന്നത്, ഈ പ്രോപ്പർ നോളജ് നമുക്ക് എപ്പോഴും വേണം. ഇപ്പോൾ കമ്പനീസിനൊക്കെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ അതിലൊരു ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് ആ ഡെവലപ്പറിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഫീച്ചർ നമുക്ക് UI ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ബാക്ക് എൻഡ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഡാറ്റാബേസ് നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒന്നിച്ച് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇത് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ഡെവലപ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലാത്ത വശം നമുക്കൊരു UI ഡെവലപ്പറും അതുപോലെ തന്നെ ബാക്ക് എൻഡ് ഡെവലപ്പർ സെപ്പറേറ്റ് വേണ്ടി വരും. അപ്പോൾ ഒരാൾക്ക് തന്നെ ആ ഒരു ഫീച്ചർ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആളുടെ വാല്യൂ കൂടും. ഇനി വേറെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു UI ഡെവലപ്പറാണെന്ന് വിചാരിക്കുക, ആൾ UIയിൽ എക്സ്പെർട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആൾക്കൊരു ഫുൾ സ്റ്റാക്ക് നോളജും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ടീമിൽ. അപ്പോൾ ആ ഡെസ്കഷനിൽ ആൾക്ക് ബാക്ക് എൻഡിനെ പറ്റി അല്ലെങ്കിൽ ഡാറ്റാബേസിനെ പറ്റി എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ആളുടെ വാല്യൂ കൂടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫുൾ സ്റ്റാക്ക് നോളജിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഇപ്പോൾ നൗക്കറിയിൽ ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് മാത്രം ജോബ് സെർച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് മെഷീൻ ലേണിംഗ് നോക്കാം. അപ്പോൾ മെഷീൻ ലേണിംഗ് വെച്ച് സെർച്ച് ചെയ്തു. ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം 13,000 എബോവ് ജോബ്സ് ഉണ്ട്. ഇനി ബ്ലോക്ക് ചെയിൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 12,000 എബോവ് ജോബ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പൈത്തൺ ജാങ്കോ നോക്കാം. ജാങ്കോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏകദേശം 12,000 എബോവ് ജോബ്സ് ഉണ്ട്. ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് മെയിൻ സ്റ്റാക്കും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം 18,000 എബോവ് ജോബ്സ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ മേണും അതുപോലെ മീനൊക്കെ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് നമുക്ക് UIയും ബാക്ക് എൻഡും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലയെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ
അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റ് തന്നെ ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്, പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. ഈ ഐഡിയന്റെ ബേസിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യണം. ഇപ്പൊ ബിൽഡ് ചെയ്യാൻ ഡെവലപ്പേഴ്സിന് വേണം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതിന്റെ സ്കോപ്പ് കുറയാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ട് ഫസ്റ്റ് ആയിട്ട് കടന്നു വരുന്ന ഒരാൾ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഞാനിപ്പോൾ എന്താ പഠിക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ഫുൾ സ്റ്റാക്ക് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ക്ലയൻറ്റ് സൈഡ്, ബാക്ക് എൻഡ്, അതുപോലെ തന്നെ ഡാറ്റാബേസ്, ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ക്ലയൻറ്റിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റാബേസിൽ എത്തുന്നത്, തിരിച്ച് ഡാറ്റാബേസിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റ ക്ലയൻറ്റ് സൈഡിൽ എത്തുന്നത്. ഈ ഒരു ഐഡിയ ഫസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ട് വേണം നമ്മൾ ഏത് ടെക്നോളജിയിലോട്ടും പോകാൻ. ഇപ്പോൾ ഈ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.